ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പിടിയിലായ സെബാസ്റ്റ്യൻ സീരിയൽ സൈക്കോ കില്ലർ എന്ന സംശയത്തിൽ ക്രൈംബ്രാഞ്ച്. അന്വേഷണത്തോട് സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല. ജയനമ്മ കൊലപാതക കേസിൽ സെബാസ്റ്റ്യന് പൂട്ടാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 67 വയസ്സ് പ്രായം, പറയത്തക്ക ജോലിയൊന്നുമില്ല സെബാസ്റ്റ്യന്. പക്ഷേ ബാങ്ക് അക്കൗണ്ടിലുള്ളത് കോടികൾ. സ്ത്രീകളെ കൊലപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അപഹരിച്ചാണോ സെബാസ്റ്റ്യൻ കോടീശ്വരനായത്? ൽ കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു. 2013 ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം സെബാസ്റ്റ്യൻ വ്യാജ ഒപ്പിട്ട് കൈക്കലാക്കി അത് മറിച്ചു വിറ്റ് കോടികൾ സ്വന്തമാക്കി. പിന്നാലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തെളിവെടുപ്പടക്കം നടത്തി. പക്ഷേ കോടതിയിൽ നിന്ന് സെബാസ്റ്റ്യൻ ഊരിപ്പോന്നു. ബിന്ദു എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാകുക സെബാസ്റ്റ്യന് മാത്രമാണ്. രണ്ടരേക്കറിൽ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിന്റെ ഒത്ത നടുക്ക് ഒരു വീട്. അതാണ് സെബാസ്റ്റ്യന്റെ കോട്ട. ഈ പറമ്പിൽ എവിടെയെങ്കിലും കാണാതായ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഈ കേസിലെ പിൻ പോയിന്റും ഈ വീട് തന്നെയാണ്. വീടിനകത്തും പുറത്തും പരിശോധനകൾ ശക്തമാകുകയാണ്. കേസിൽ സെബാസ്റ്റ്യന്റെ മൊഴി നിർണായകമാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഭക്ഷണം വേണമെന്നും ഇൻസുലിൻ എടുക്കണമെന്നും മാത്രമാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഇടയ്ക്ക് ചെറുതായൊന്ന് ചിരിക്കും. ഇതുകൊണ്ട് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ക്രൈംബ്രാഞ്ചിന് ഇനിയും വ്യക്തമല്ല. ആ പശ്ചാത്തലത്തിലാണ് സമഗ്ര പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് തയ്യാറെടുത്തത്. കാണാതായ ബിന്ദു പത്മനാഭൻ, 2012 മിസ്സിംഗായ ഐഷ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം കാണാതായ ജയനമ്മ, സിന്ധു തിരോധാന കേസ്, ഇവരെല്ലാവരുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന കാര്യം ഏറെക്കുറെ പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല. ജയനമ്മയുടേത് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അപ്പോഴും സെബാസ്റ്റ്യനാണ് കൊലപ്പെടുത്തിയതെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ചുരുളുകൾ അഴിയാതെ കിടക്കുകയാണ് ഈ തിരോധാന കേസുകളുടെ. ആലപ്പുഴയിൽ നിന്ന് അനന്തുബി നായർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.